പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസ് വലിയ തോതിൽ പരാതികൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. 10-ാം തീയതി രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ വിധിയുണ്ടാകും എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. സെഷൻസ് കോടതി, തിരുവനന്തപുരത്തെ വഞ്ചിയൂരിലെ സെഷൻസ് കോടതി 10-ന് വിധി പറയും. അതായത് 2ാമത്തെ കേസിൽ ആണ് മുൻകൂർ ജാമ്യത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത്. കടുത്ത നടപടി പാടില്ല എന്നടക്കമുള്ള വാദങ്ങൾ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ള 2ാം ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നത്. സെഷൻസ് കോടതി ഇന്ന് അടച്ചിട്ട മുറിയിൽ വിശദമായ വാദം കേട്ടു. ആ വാദത്തിന് ശേഷം ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് അതിന്റെ തീരുമാനം വന്നത്. അതായത് ആ കേസിന്റെ ഉത്തരവ് പറയാൻ വേണ്ടി 10-ാം തീയതിയിലേക്ക്, മറ്റന്നാളത്തേക്ക് കോടതി ആ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ അറസ്റ്റ് തടയണം, ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് തടയണം എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരുടെ വാദം. പക്ഷേ ആ വാദം കോടതി അംഗീകരിച്ചില്ല. പക്ഷെ മറ്റൊരു പരാമർശം കോടതി അതിൽ നടത്തിയിട്ടുണ്ട്. ഈ ഉത്തരവ് പറയുന്നത് വരെ നിർബന്ധിത നിയമ നടപടികൾ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒരു പക്ഷേ അത് വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള അതിന്റെ അർത്ഥം ഈ അതുവരെ അറസ്റ്റ് നടപടി ഉണ്ടാകരുത് എന്ന് വ്യാഖ്യാനിക്കാം വേണമെങ്കിൽ. അതായത് നിർബന്ധിത നിയമ നടപടി പാടില്ല എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ്. കാരണം കടുത്ത ആരോപണമാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി, അതായത് ഇന്ന് ഈ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപാണ് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ജി പൂങ്കുഴലിയാണ് മൊഴി എടുത്തത്. ആ മൊഴി ഇന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചു. അതിൽ പറയുന്ന ആ മൊഴിയിൽ പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. കാരണം ഒരു ഹോം സ്റ്റേയിൽ, വിദൂരമായ സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ കൊണ്ടുവന്ന് ഗുരുതരമായി തന്നെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബലാത്സംഗം നിരന്തരം പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. അതിനുശേഷം പിന്നീട് ദേഹത്ത് മുറിവേൽപ്പിക്കുക അടക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഏതായാലും രതീഷ്, കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് എടുക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ എടുക്കുവാൻ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ആർ അനന്തകൃഷ്ണൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്നത്.